ഒന്ന് പതുക്കെ പോന്നായര്. അതെ, ഒരു സംശയം. ഈ പോസ്റ്റ് ഓടിക്കാൻ പോയ ദിവസം എന്ത് കിട്ടും? എന്താ ചൂടാകുമ്പോ ഗോപനെ കാണാൻ എന്ത് ഭംഗിയാ. ആകെ മൊത്തം ഗോപന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇനി ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം. നിന്റെ ഡയലോഗിൽ ഞാൻ വീഴില്ല മോളെ. അയ്യോ, അതിന് പറ്റിയ ഒരാള്. പതുക്കെ പോയിക്കൂടെ? ഭയങ്കര സുഖം. അപ്പൊ ഡ്രോപ്പ് ചെയ്യണ്ടേ? എനിക്ക് എന്റെ ജീവനിൽ കുറച്ച് കൊതിയുണ്ട്. ഞാൻ നടന്നു പോക്കോളാം. ആയിക്കോട്ടെ. ഇത് നേരത്തെ പറയാറുന്നില്ലേ? പോവല്ലേ? ഒരു കാര്യം പറയട്ടെ. ഇന്നെന്റെ പിറന്നാളാ. അത് ശരി, ഏപ്രിൽ ഫസ്റ്റാ? അത് ഞാൻ മറന്നുപോയി. നമ്മുടെ ഈ ഉടക്കൊക്കെ മാറ്റി ഒന്ന് ഫ്രണ്ട്ലി ആവണ്ടേ? എന്റെ പിറന്നാളായിട്ട് എന്ത് ട്രീറ്റാ വേണ്ടേ? ഫ്രണ്ട്ലി ആവാനാണെങ്കിൽ ട്രീറ്റ് മാത്രം ആക്കണ്ട. ഒരു 10 ഏക്കർ തെങ്ങിൻ തോപ്പ്, ഒരു വീടും കൂടി മേടിച്ചാൽ കൂടുതൽ ഫ്രണ്ട്ലി ആവും. ഇതേതാ പുതിയ കക്ഷി? ഇത് അമ്മ എന്തരാ? അയ്യേ, വിശ്വസിച്ചു തണ്ടി. ഒന്ന് പറ ഗോപാ. അപ്പൊ എങ്ങനെ വൈകിട്ട് വരുമോ? പിന്നെന്താ, ആനയാമ്പാരൊക്കെ റെഡിയാക്കി നിർത്തിക്കോ. ഈ സുന്ദരൻ റെഡി. കുളിക്കാറില്ലെങ്കിലും കുളിപ്പിക്കാൻ അവൻ എന്താ ഉത്സാഹം. കുളിപ്പിച്ച് കിടത്തല്ലേ? ഉള്ളത് പറയാലോ. കൊറേ കാലം കൂടി ഇന്നാ നിന്നെ ഞാൻ ഇത്ര സുന്ദരനായിട്ട് കാണുന്നത്. കൂടുതൽ സൂപ്പറല്ലേ? കംപ്ലീറ്റ് വൃത്തിയോട് മാറി. എടാ, ഞാനൊക്കെ കുളിച്ചു കഴിഞ്ഞാലെങ്കിൽ എന്റെ വൃത്തിയോട് മാറും. ഇവനൊക്കെ ഇവന്റെ ജന്മത്ത് കുളിച്ചാലും ഇവന്റെ വൃത്തിയോട് മാറാൻ പോണില്ല. അതെ, മാറില്ല. മാറാനായിട്ട് അതിനും മാത്രം വൃത്തികേട് എനിക്കില്ലല്ലോ. മോനെ കരി, എന്താ നിന്നെ സുന്ദരാക്കി തരാടാ. നീ എന്തിനാ അവന്റെ പാക്കറ്റ് കാരണം? ഇവിടെ മനുഷ്യ പ്രാന്തെടുത്തോണ്ടിരിക്കുമ്പോ അവൻ അമ്മൂടെ കോപ്പം പറഞ്ഞോണ്ട്. അല്ല ഗോപ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. നിനക്ക് അവളെ ഇഷ്ടല്ലേ? നിനക്ക് അവളെ ഇഷ്ടമല്ലേന്ന്? അങ്ങനെയൊക്കെ ചോദിച്ചാ ഇഷ്ടായിരുന്നു. പക്ഷെ ഇനി അതൊന്നും നടക്കൂല്ലോ. എന്താ? എന്റെ എല്ലാ കള്ളത്തരങ്ങളും അവള് കണ്ടുപിടിച്ചില്ലടാ. എടാ, ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളും അബദ്ധങ്ങളൊക്കെയാണ് ചില ബന്ധങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നത്. അങ്ങനെ പറയരുത് മിസ്റ്റർ. എന്താ പേര്? എന്റെ പേര് റിയാസ്. മിസ്റ്റർ റിയാസ്, ഒരു പയ്യൻ കുറെ പെണ്ണുങ്ങളുടെ പുറകെ കുറെ കൊല്ലങ്ങളോളം നടന്നു. കംപ്ലീറ്റ് അബദ്ധങ്ങളല്ലേ പറ്റിയത്. എന്നിട്ട് ഒരു പ്രേമം പോലും ഉടലെടുത്തില്ലല്ലോ. സ്മാർട്ട് ബോയ് ആണ്. ആരാണത്? ഞാനാണ്. അതെ, ഞങ്ങളുടെ മനുഷ്യരുടെ കാര്യം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്. ഞാൻ നോക്കിയിട്ട് അവള് കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണ. കറക്റ്റ്. നീ നോക്കിയിട്ട് മാത്രമല്ല, ഞാൻ നോക്കിയിട്ടും അവള് കാണാൻ കൊള്ളാവുന്ന പെണ്ണ. അവളുടെ ബർത്ത്ഡേ എന്നാണെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് അവിടെ പോണം. ഇന്ന് ഞാൻ അവിടെ പോകുന്നു. എന്നിട്ട് ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം. മാഡം, എല്ലാം റെഡിയായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനിയും വൈകിയ ചിലപ്പോ ഫുഡ് ഇല്ല, അവരൊക്കെ ഉടനെ എത്തും. You want any soft drinks, madam? വേണ്ട. Okay. വല്ല വിസ്കി ബ്രാൻഡി അങ്ങനെ വല്ലതും? Please don't disturb. എന്തെങ്കിലും ആയിക്കൂടെ? നല്ല പങ്ക്ച്വാലിറ്റി. ഇത്രയും നേരം കാത്തിരുന്ന് കാണാതായപ്പോ ഞാൻ വിചാരിച്ചു മാഷ് എന്നെ പറ്റിച്ചു. ചേച്ചേ, മന്ന ബുദ്ധികളെ പറ്റിക്കുന്നത് ശരിയാണോ? ദൈവം കോപിക്കും. അയ്യോ, തമാശ. 1 മണിക്കൂറായി ഇവിടെ ഫുഡ് റെഡി ആയിട്ട്. ഫ്രണ്ട്സ് ഒക്കെ എവിടെ? അതെ, കുട്ടി എത്ര പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തു? 10 പേർക്ക്. എന്താ, അതിനും കൂടുവോ? കൂടും. ചിലപ്പോ ബില്ല് കൂടും. അതിനെ കുറിച്ചൊന്നും ഇയാള് വറിയിടാവണ്ട. അവര് വൈകൊന്നുമില്ലല്ലോ. ഇയാള് ഞെട്ടൊന്നുമില്ലല്ലോ. എന്നാ ഞാൻ പറയാം എന്താ സംഭവം എന്ന് വെച്ചാ, എന്റെ മൊത്തം ഫ്രണ്ട്സിനെയും എന്റെ വേറൊരു ഫ്രണ്ട് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവന്റെ ഭാര്യയുടെ അച്ഛന്റെ ഹാർട്ട് അറ്റാക്ക് മാറിയതിന് ചെലവ് ചെയ്യാനാ. എന്ത് ചെയ്യാം, ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവന്മാരുടെയും വയർ ഫുള്ള് ഈ ഫുഡ് കഴിച്ചിട്ടേ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, ഇവിടെ ശീതള വെയിറ്റ് ചെയ്യണ്ടാവും, ഫുഡ് വേസ്റ്റ് ആവുന്നൊക്കെ. ആര് കേൾക്കാൻ, വൃത്തികെട്ടവന്മാര്. പക്ഷെ അവസാനം ഞാനിങ്ങോട്ട് ഓടിപ്പോന്നു. എനിക്കാണെങ്കിൽ വിശപ്പില്ല, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത ഫുഡ് മുഴുവനും ഞാൻ കഴിച്ചാണ്. സത്യം. ഹേയ് ശീതു, നമ്മുടെ അസോസിയേഷന്റെ കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകളാണ്. വരവ് 60,832 രൂപ 25 പൈസ, ചെലവ് 60,832 രൂപ 25 പൈസ. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു? വലിച്ചു നീട്ടാൻ ഇത് മെഗാ സീരിയലൊന്നും അല്ലല്ലോ. ദേ, വരവും ചെലവും സമാസമം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കാം. അതിപ്പോ നോക്കേണ്ട കാര്യമില്ല. അരവിന്ദനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസാ. നേരം കളയാണ്ട് അടുത്ത പരിപാടിയിലേക്ക് എടുക്കാം.
എങ്കിലിനി നടപ്പു വർഷത്തെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാം. ആർക്കെങ്കിലും പേര് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നിർദ്ദേശിക്കാം. അതിപ്പോ നിർദ്ദേശിക്കാൻ ഒന്നുമില്ല, അയ്യർ സാറ് മതി. മതിയെങ്കിൽ മതി. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയണം. എതിർപ്പുണ്ട്. എല്ലാവർക്കും താല്പര്യമുള്ള ഒരാൾ മതി. അങ്ങനെ ഒരാളെ ഈ കോളനിയിലുള്ളൂ, എന്റെ മാഡം. അല്ല, ഈ സ്ഥാനത്തിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരാൾ അയ്യർ സാറ് മാത്രമാ. എന്താ ഈ പറയുന്ന യോഗ്യത? കഴിവും പ്രാപ്തിയുള്ള ഒരാളെ എവിടെ ആവശ്യം. വ്യക്തിവൈരാഗ്യം തീർക്കേണ്ടത് ഇവിടെ വെച്ചല്ല. സംസാരിക്കുമ്പോ കുറച്ചൊക്കെ ഡീസൻസി കീപ്പ് ചെയ്യണം. അതെങ്ങനെയാ? സംസ്കാരം വേണ്ടേ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഉം? ഇപ്പൊ ഇങ്ങനെയായ സ്ഥിതിക്ക് നമുക്ക് രണ്ടുപേരുടെയും പേര് നിർദ്ദേശിക്കാം. എന്നിട്ട് ഭൂരിപക്ഷം ആർക്കാന്ന് നോക്കാം. അതല്ലേ നല്ലത്. അതാ നല്ലത്. അപ്പൊ പിന്നെ ആരോടും ഒരു പാർഷ്യാലിറ്റി കാണിച്ചൊന്നും വരില്ല. ഞങ്ങൾ ചിലപ്പോ തെരഞ്ഞെടുക്കും, എടുക്കാതിരിക്കും. ചിലപ്പോ പ്രസിഡന്റേ വേണ്ടെന്ന് വെക്കും. അതെങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ബാക്കി ശക്തികളുടെ ഇടപെടലൂടെ വേണ്ട. ആ കുട്ടി ഒരു അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. തെരഞ്ഞെടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ ഒന്നല്ലല്ലോ. ഓ, ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എന്നാ ഞങ്ങൾക്ക് പറയാനില്ല, ഞങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ആരെങ്കിലും ഒരാളെ അങ്ങോട്ട് തീരുമാനിക്കും. അരവിന്ദേട്ടാ, ഞാനൊന്നും പറയുന്നില്ല. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കേ. കൂടുതൽ പറഞ്ഞ ചിലർക്കത് ഇഷ്ടപ്പെടില്ല. ഡീസൻസ് ഇല്ല എന്നൊക്കെ തോന്നും. കാരണം അതില്ലാത്തതുകൊണ്ടാ. എന്നാ ഒരു കാര്യം ചെയ്യ്. ഒരു കാര്യവും ചെയ്യണ്ട. ഇവിടെ പ്രസിഡന്റും വേണ്ട, സെക്രട്ടറിയും വേണ്ട. ഈ മീറ്റിംഗ് അങ്ങോട്ട് പിരിച്ചുവിടുക. അല്ല പിന്നെ ആ പിരിച്ചുവിട്ടു എന്താ ചെയ്യ. ഈ ഐക്യം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ വേണം. പതുക്കെ പറയാൻ അവിടെ. അല്ല അങ്കിൾ, ഈ കസ്തൂരി രംഗസ്വാമി തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ശരി. അപ്പൊ ഇത്ര നേരം കണ്ടിട്ടും കേട്ടിട്ടൊന്നും മനസ്സിലായില്ലേ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. എന്റെ മോളെ, രണ്ടു പേർക്കും ആവശ്യത്തിൽ കൂടുതൽ വിദ്യാഭ്യാസം, നല്ല ഒന്നാന്തര പ്രൊഫഷനും കയ്യിലുണ്ട്. പറഞ്ഞിട്ട് എന്താ ഈഗോ? അങ്ങനെ നോക്കിയാൽ ഈ സൊസൈറ്റിയിൽ ആർക്കാ ഈഗോ ഇല്ലാത്തെ? അത് സ്വന്തം കുടുംബത്തിലായ എന്താ ചെയ്യാ? അപ്പൊ അവര് ഭാര്യ ഭർത്താക്കന്മാരാ? ദേ പിന്നെയും ചോദിക്കണു. ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ തമ്മിത്തല്ല് കാണാൻ പറ്റാഞ്ഞിട്ടാ ഇവരുടെ മകൻ നാട് വിട്ടത്. ആഹാ, അങ്ങനെ ഒരു കക്ഷിയും കൂടി ഉണ്ടോ? എവിടെയാ എന്താന്ന് ദൈവത്തിന് പോലും അറിയില്ല. ഓ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മോളിപ്പ എന്താ പറഞ്ഞു വരണേ? അല്ല അങ്കിൾ, ആ. നമുക്ക് ഇവരെ രണ്ടുപേരും ഒന്ന് കൂട്ടി യോജിപ്പിക്കണ്ടേ? എന്ത്? ഇത്രയും ഫാമിലികൾ ഒരുമിച്ച് താമസിക്കുന്ന ഈ കോളനിയില് ആ. രണ്ടുപേര് മാത്രം ശത്രുത വെച്ച് പുലർത്തുന്നത് ശരിയാണോ? അതിന് അടുത്ത് താമസിക്കുന്ന നമ്മളെ വേണ്ടേ മുൻകൈ എടുക്കാൻ? മോളെ, നിനക്ക് അറിയാഞ്ഞിട്ടാ. അവര് ഇന്ത്യയും പാകിസ്ഥാനും പോലെയാ. കാശ്മീരിന്റെ സ്ഥാനത്ത് സ്വാമിനാഥനാണെന്നേ ഉള്ളൂ. ഇന്ത്യയും പാകിസ്ഥാനാണെങ്കിൽ പിന്നെയും ചേരും. പക്ഷെ ഇവരുടെ കാര്യം ഭയങ്കര കഷ്ട. ഇങ്ങനെയുള്ള മുൻവിധികൾ ഒരു കാര്യത്തിലും എടുക്കാൻ പാടില്ല. ഞങ്ങൊരു കാര്യം ചെയ്യും, നമ്മുടെ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരെ കൂട്ടി യോജിപ്പിക്കാൻ നടക്കും. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. അല്ലാച്ചാ പരിഹസിക്കൊന്നും വേണ്ട. ഈ ശീതൽ വിചാരിച്ച അവര് ചേരും. എന്നൊന്ന് കണ്ടിട്ടേ ഉള്ളൂ. ബെറ്റുണ്ടോ? ബെറ്റ് വെക്കാം. ആ. ഞാൻ ഈ ബെറ്റി തോറ്റ എന്റെ ഈ പാവച്ചനെ പഴയ കൊണ്ട് ഞാൻ മൊട്ടടിക്കും. എന്നാ ഞാൻ ഈ ബെറ്റ് തോറ്റ ഈ പാവങ്ങളുടെ തല തിരുപ്പതി കൊണ്ടുപോയിട്ട് ഉറപ്പാണല്ലോ? മാറ്റമില്ലല്ലോ. ഇല്ല. എന്ത് വേണച്ചാ? നിങ്ങൾക്ക് മുട്ട അടിച്ച് കളിക്കാനുള്ളതാണോ എന്റെ തല? നീയല്ലേ ഈ കുട്ടിനെ ഓരോ കള്ളത്തരങ്ങൾ പഠിപ്പിക്കണേ? അച്ഛൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാ.